ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് റാൻഡംലി ആയിട്ടാണ്. അതിൽ കുർത്തീസ് ഉണ്ട്, സാൻഡൽസ് ഉണ്ട്, ഷൂസ് ഉണ്ട്, പംഷൂ ഉണ്ട്, അങ്ങനെ വെറൈറ്റീസ്. പിന്നെ ഒരു സൺഗ്ലാസും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റാൻഡംലി ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. കാരണം ആമസോണിൽ ഇപ്പോൾ 40% ഓഫ് നടക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഒരു എക്സ്ട്രാ 5% ഓഫും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് ഓർഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ നമുക്ക് ഒരു കുർത്തി വെച്ചിട്ട് തുടങ്ങാം. ബ്ലാക്ക് കളറുടെ കുർത്തിയാണ് കേട്ടോ നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ബ്ലാക്ക് വൈറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ബ്ലാക്ക് കളറിൻ്റെ ഒരു കുർത്തി. ഈ ഒരു കുർത്തിക്ക് കുറച്ച് പ്രത്യേകത ഉണ്ട് കേട്ടോ, കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ ഫുൾ ഓവറോൾ ബ്ലാക്ക് കളറാണ്. അതിൽ യോക്കിൽ വർക്ക് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ എംബ്രോയ്ഡറിയുടെ വർക്കാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വന്നിരിക്കുന്നത്. നല്ല ഫൈൻ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് ഇതാ ഫുൾ ചെറിയ ബൂട്ട വർക്ക് എംബ്രോയ്ഡറിയുടെ വർക്ക് ഓവറോൾ വന്നിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ തന്നെയാണ് കേട്ടോ ആ ഒരു ചെറിയ ബൂട്ട വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ സ്ലീവിൻ്റെ എൻഡിലും നമുക്ക് എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. 3/4 ആണ് സ്ലീവ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ ചെറിയ പോംപോമിൻ്റെ ബട്ടൻ്റെ ഡീറ്റെയിൽ, പോംപോം അല്ല ശരിക്കും കമ്പ്യൂട്ടർ ത്രെഡിൻ്റെ വർക്കാണ് കേട്ടോ ഫുൾ വന്നിരിക്കുന്നത്. ഫുൾ ബട്ടൺ മുകളിൽ നിന്ന് തൊട്ട് അടി വരെ ഫുൾ ഈ ഒരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ബാക്ക് കണ്ടാലും ഫ്രണ്ട് കണ്ടാലും നമുക്ക് ഫ്രണ്ടായിട്ട് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ബാക്ക് സൈഡ് അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നില്ല. ഇത് ഞാൻ ഇട്ട് വന്നപ്പോൾ തന്നെ മോൻ ചോദിച്ചു ഇതെന്താ അമ്മ തിരിച്ചിട്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ അത് ബാക്കും ഫ്രണ്ടും ഒരുപോലെ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. പിന്നെ ഇത് സ്ട്രേറ്റ് കുർത്തിയാണ്. സൈഡ് സ്ലിറ്റിൽ നമുക്ക് ചെറിയൊരു ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രോ സ്ട്രിങ്ങിൻ്റെ കൂടെ ടെസൽസും പിടിപ്പിച്ചിട്ടുണ്ട്. ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്, നമുക്ക് സാധാരണ വിട്ടിട്ടുള്ള കുറച്ചുകൂടിയും ലെങ്ത്ത് കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. ഇത് എന്ത് പർപ്പസിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു ഷോ പർപ്പസ് പോലെ ആയിരിക്കും. വേറെ ഇതുകൊണ്ട് വേറെ യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ബ്ലാക്കിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറിയുടെ വർക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഈ സൈഡിലും ഇങ്ങനെ ഒരു എംബ്രോയ്ഡറിയുടെ ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ വർക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത് ഇഷീൻ ബ്രാൻഡ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. ലാർജാണ് ഞാൻ മേടിച്ച സൈസ്. ഇഷീൻ ബ്രാൻഡ്. പിന്നെ ഈ ബാക്ക് സൈഡ് എന്ന് പറയണത് നമുക്ക് ഈ ബട്ടൺ വെച്ചത് കൊണ്ട് തന്നെ 2 പീസ് ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. ചിലവർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല, ചിലവർക്ക് അത് പ്രശ്നമൊന്നുമില്ല. ചിലർക്ക് ഒരു ഒറ്റ പീസിൽ തന്നെ ബാക്ക് സൈഡ് വേണമെന്നുണ്ടാവും. അപ്പം ഇത് ഒരു സ്റ്റൈൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഓവറോൾ അടിപൊളിയാണ്. കോട്ടൻ്റെ മെറ്റീരിയലാണ്, ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത്. ഇതിൽ വേറെ കളർ ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇഷീൻ ബ്രാൻഡിൻ്റെ ഒരു സിംഗിൾ കുർത്തി അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഞാൻ മേടിച്ചപ്പോൾ ഒരു 900 സംതിങ് ആ ഒരു റേഞ്ചിലാണ് മേടിച്ചിട്ടുള്ളത്. ഇപ്പം എത്ര എക്സാക്ട് റേറ്റ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു മൊത്തം ഹോളിൽ ആകെ ഒരു കുർത്തിയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. റാൻഡംലി ആയിട്ട് ഓരോരോ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണെന്ന് വിചാരിച്ചു. നല്ല പിന്നെ കോട്ടൺ ആണല്ലോ. ഇനി അടുത്തെന്ന് പറയുമ്പോൾ സൺഗ്ലാസ് എന്ന് പറയുന്നത് ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് കാണുമ്പോൾ സ്പെക്സ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഇത് ഏത് ബ്രാൻഡാണെന്നുള്ളത്. ലെൻസ് കാർട്ട് ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഞാൻ അവരുടെ സൺഗ്ലാസും അതുപോലെ തന്നെ സ്പെക്സും ഒക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എപ്പോഴും നമ്മൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിനേക്കാളും റേറ്റ് കുറവിന് എനിക്ക് ആമസോണിൽ കിട്ടിയപ്പോഴാണ് ഞാൻ വേഗം തന്നെ ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ ഒരു ബോക്സ് ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവം കാണിച്ചു തരാം. അതിന് മുന്നേ പാക്കിങ് കാണിക്കാറുണ്ട്. പാക്കിംഗ് എന്ന് പറയാനായിട്ട് ലെൻസ് കണ്ട് നമുക്ക് ആമസോണിൽ പാക്ക് ചെയ്ത് വരുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ പാക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ, ഇതിൻ്റെ റേറ്റും ഡീറ്റെയിലും അതിൻ്റെ ഏതാ നമ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, ഏതാ ഷെയ്ഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിനുള്ളിൽ വേറെ സംഭവം ഒരു വാറൻറ്റി കാർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാറൻറ്റി കാർഡ് എവിടെയോ പോയി. അത് കൂടാണ്ട് ഇതിൻ്റെ കൂടെ വരുന്നത് മറ്റേ സ്പെക്സ്, നമുക്ക് സൺഗ്ലാസ് നമുക്ക് സെക്യൂർഡായിട്ട് വന്നിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്.
ഇല്ല, ഞാൻ അതെടുത്ത് മാറ്റി. അത് നമുക്ക് സ്കാൻ ചെയ്തിട്ട് ആമസോണിൽ നിന്ന് ഇപ്പോൾ ഓൺലൈനിൽ മേടിക്കായാലും നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമുക്കത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. 1 ഇയറിൻ്റെ വാറണ്ടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ സൺഗ്ലാസ് തുടയ്ക്കാനുള്ള ക്ലോത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനി മെയിൻ ഐറ്റമാണ് നമുക്ക് കണ്ടത്. മെയിൻ ഐറ്റം ലെൻസ് കണ്ട ഈ ഒരു ബോക്സ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഐറ്റം എന്ന് പറയാനായിട്ട് നല്ലൊരു സൺഗ്ലാസ് ആണ്. 100% പ്രൊട്ടക്റ്റ് നമുക്ക് തരുന്നുണ്ട് യു വിയിൽ നിന്നും കേട്ടോ. അപ്പോൾ സൺ പ്രൊട്ടക്റ്റ് ആണ്, നമുക്ക് യു വിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സൺഗ്ലാസ് ആണ്. സൺഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ പല ബ്രാൻഡ്സിൻ്റെ ഉണ്ട്, പല ഷേപ്പിലുണ്ട്, പല ഡിസൈൻസിൽ പലതരം പ്രൊട്ടക്ഷൻ കിട്ടുന്നതുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടമാണെന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ചിലത് ഭയങ്കര ഓവർ സൈസ് ആയിട്ടുള്ള സൺഗ്ലാസസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ഓവർ സൈസസ് ആയിട്ടുള്ളത് താല്പര്യമില്ല. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസ് സൺഗ്ലാസ് ആണ്. ബ്രൗൺ ഷെയ്ഡാണ്. സൈഡ് ചുറ്റും നമുക്ക് ആ ഒരു ചെറിയൊരു ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ഒക്കെ നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്കിന്നിൻ്റെ കളറൊക്കെ ഒന്ന് ബ്രൈറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ സൈഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ സൈഡ് പോർഷനിൽ വന്നിരിക്കുന്നത്. ഇത് പിന്നെ സെയിം ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത്. മെറ്റീരിയൽ വൈസ് അല്ല, നമുക്ക് ആ ഒരു ഭംഗിയും പിന്നെ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ യു വി പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതിനോടൊപ്പം തന്നെ ഭംഗിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് രണ്ടും ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഒരു കാറ്റ് സ്റ്റൈലാണ് കേട്ടോ. ഇതിൻ്റെ ഫിനിഷിങ് വന്നിരിക്കുന്നത് കാറ്റ് ഐ സ്റ്റൈൽ. നമുക്ക് നമ്മുടെ ഫേസിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പലതരം ഫേസ് ഉണ്ട് കേട്ടോ. ഓവലുണ്ട്, റൗണ്ട് ഉണ്ട്, നീളത്തിലുണ്ട്, അങ്ങനെ പലതരം ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ഇതിനും അതിൻ്റേതായിട്ടുള്ള രീതിയിലുണ്ട്. ഇതെന്തായാലും എനിക്ക് സൈഡ് വൈസ് ആയാലും നല്ല ടൈറ്റ് ആയിട്ട് നല്ല ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ റേറ്റ് ഞാൻ മേടിച്ചത് 900 റുപ്പീസിനാണ്. ഞാൻ ഇതന്നെ സെയിം സ്റ്റോറിൽ പോയിട്ട് ഞാൻ ഇട്ട് നോക്കിയിട്ട് അവിടെ പോയി ചെക്ക് ചെയ്തതാണ്. ചെക്ക് ചെയ്തിട്ട് അവിടെ സെർച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2000 റുപ്പീസ് കേട്ടോ. ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സെക്കൻഡ്. ഞാൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ സെയിം ഇത് തന്നെ. അപ്പോൾ അവിടെ സ്റ്റോറിൽ വെച്ചിട്ട് ഞാനത് ഇട്ട് കണ്ടപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആമസോണിൽ തപ്പിയിട്ട് അവിടെ നിന്ന് എന്തായാലും മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇതിലൊന്ന് തപ്പട്ടെ. ഇവിടെയാണ് നമ്മൾ ഇട്ടിട്ടല്ലേ. യെസ്, കിട്ടി. ഇതാണ് നമ്മൾ സ്റ്റോറിൽ പോയിട്ട് സെയിം ആ ഒരു സൺഗ്ലാസ് 2 ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമായില്ല. കണ്ടോ, സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ഈ സൺഗ്ലാസ് ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തത്. നിങ്ങൾക്ക് കാണിക്കാം. ഇത് സ്റ്റോറിൽ 2000 റുപ്പീസാണ്. എനിക്ക് വെറും 900 റുപ്പീസിനാണ് കിട്ടിയത്. അതിൻ്റെ നമ്പർ ഡീറ്റെയിൽ എല്ലാം അത് ഞാൻ ഫോട്ടോ എടുത്ത് കറക്റ്റ് അത് ഡീറ്റെയിൽസ് നോക്കി ആമസോണിൽ ഇരുന്ന് തപ്പി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സംഭവം കയ്യിൽ കിട്ടിട്ടോ. അതാണ് ഈ ഒരു സൺഗ്ലാസ്. ഇത് സെയിം തന്നെയാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. കണ്ടോ. അപ്പോൾ ഇത് സ്റ്റോറിലാണെങ്കിൽ 2000 റുപ്പീസ്, എനിക്ക് കയ്യിൽ ആമസോണിൽ കിട്ടിയപ്പോൾ വെറും 900 റുപ്പീസിന് വിത്ത് വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവരുടെ തന്നെ സ്പെക്സും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ണടയ്ക്ക് ഇടാറായി, അത്യാവശ്യം വയസ്സായി. ഇതും ലെൻസ് കാർട്ടിൽ നിന്നും മേടിച്ചിട്ടുള്ളതാണ്. ഇത് ഒരു കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു എന്താ പറയുക, ഷോർട്ട് ലോങ്, പിന്നെന്താ മീഡിയം, ഷോർട്ട് ലോങ്, പിന്നെ എന്താ യു വി പ്രൊട്ടക്റ്റ്, പിന്നെ ബ്ലൂ പ്രൊട്ടക്റ്റ്, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ബോക്സാണ് കേട്ടോ ഈ കാണുന്ന ബോക്സ്. അങ്ങനെ 2 തരം ബോക്സ് ലെൻസ് കാർട്ടിൽ വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ലിങ്ക് കിട്ടില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ നമ്മൾ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം റേറ്റും ആയിട്ടുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സൺഗ്ലാസ് കഴിഞ്ഞു, കുർത്തീസ് കഴിഞ്ഞു. ഇനി കാലുമിക്കടാനുള്ള ചെരുപ്പ് വേണ്ടേ? അപ്പോൾ ചെരുപ്പ് നോക്കാം. നമുക്ക് ഇപ്പോൾ മഴക്കാലമാണ്. അപ്പം മഴക്കാലത്തേക്ക് പറ്റിയിട്ടുള്ള ചെരുപ്പ് കാണിക്കാം. ഇതാണ് നമുക്ക് പാരഗോൺ ബ്രാൻഡിൻ്റെ ഇതിൻ്റെ പാക്കിംഗ് ആണ് കേട്ടോ കാണുന്നത്. ഇതിപ്പോൾ പുതിയതാണെന്ന് വിചാരിക്കരുത്. ഇത് ഓൾറെഡി ഞാൻ ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2ാമത്തെ ഒരു ഷെയ്ഡാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ
പാക്കിംഗ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ റബ്ബറും അല്ല, നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ അല്ല, ഒരു വിനൈൽ മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് വിനൈൽ മെറ്റീരിയലിൻ്റെ ആണ്, എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കും അല്ല ഇതല്ലാത്ത ആ ഒരു രീതിയിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്, ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ്. ഇതിപ്പോൾ പുതിയത് പർച്ചേസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയാനായിട്ട് ഞാൻ ഇതിൻ്റെ പഴയത് ഈ കോലത്തിലായിട്ടോ അതാ ഉപയോഗിച്ച് തേഞ്ഞ് ഒരു പരിവായിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡ് നോക്കിയേ, ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയേ, അത്യാവശ്യം നന്നാണ്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. മഴക്കാലത്ത് തന്നെയല്ല, അല്ലാണ്ടും ഞാൻ യൂസ് ചെയ്യണം. എനിക്ക് പേഴ്സണലി എത്ര ചെരുപ്പുണ്ടായാലും ഈ ഒരു ചെരുപ്പ് വിട്ടു പോകാൻ തോന്നുന്നില്ല കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ തന്നെ സെയിം, ഇത് ബ്ലൂ ഷെയ്ഡാണെങ്കിൽ ഇത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. പാരഗോൺ ബ്രാൻഡിൻ്റെ അടിപൊളി സാധനം കേട്ടോ. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുള്ളതാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. അത്യാവശ്യം റേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു റേറ്റും ഇല്ല കേട്ടോ, വെറും 200 സംതിങ് ആണ്. ഭയങ്കര ഫ്ലെക്സിബിളാണ്, എന്നാൽ പ്ലാസ്റ്റിക്കും അല്ല റബ്ബറും അല്ല. എന്താ പറയുക, നമുക്ക് വിനൈൽ ഗ്രാനുവൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ വരുന്നില്ല, ആ മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മെറ്റീരിയൽ ആണെന്നല്ല പ്രശ്നം, നമ്മുടെ കാലുമേ സേഫ് ആണോ, ഷൂ ബൈറ്റ് ഇല്ലാണ്ടിരിക്കുക, അങ്ങനത്തെ സംഭവമാണ് നമ്മൾ നോക്കേണ്ടത്. സൈസ് വൈസ് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 7 UK സൈസ് പെർഫെക്റ്റ് സൈസാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ്. ഇത് മേടിച്ചാൽ പിന്നെയും നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കില്ല. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് കേട്ടോ. പിന്നെ പോരാത്തന്നെ ഇപ്പം സ്കൂൾ സമയമാണ്, പിള്ളേർക്ക് ഇങ്ങനത്തെ ബ്ലാക്ക് കളറൊക്കെ വേണമെന്ന് വെച്ചാൽ അവർക്ക് പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടിപൊളി ഷെയ്ഡാണ്. ബ്ലാക്ക് തന്നെയല്ല, ഇവർക്ക് വേറെയും കുറേ കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് പിന്നെ എല്ലാത്തിലും മാച്ചായി പോകുന്നത് കൊണ്ട് ബ്ലാക്ക് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇത് നമുക്ക് മഴയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി മഴ അല്ലാത്ത സമയത്ത് വല്ല ഫംഗ്ഷനൊക്കെ വരാണെങ്കിലോ, അപ്പോൾ അതിനും നമുക്ക് ചെരുപ്പ് വേണ്ടേ. അപ്പോൾ അതിന് നമ്മൾ മേടിച്ചിട്ടുള്ള ചെരുപ്പ് എന്ന് പറയുന്നത് ഇതാ പമ്പ് ഹീലാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ഷിമ്മറി ഷെയ്ഡിൻ്റെ ബ്ലാക്ക് കളറിൽ തന്നെയാണ്. അധികം ഹീലൊന്നുമില്ല, ചെറിയ ഹീലോ, ഒരു 1.5 ഇഞ്ചിൻ്റെ ഹീലാണ് വരുന്നത്. ഇത് മാർക്ക് ലോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ഇതാ ഇതും അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ബാക്ക് സൈഡൊക്കെ കണ്ടോ, ഇത് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ മേടിച്ച സൈസ് എന്ന് പറയുമ്പോൾ 39 എന്ന് പറയുമ്പോൾ നമുക്ക് 7 UK 7 ആണോ അത് 7 ഞാൻ തോന്നുന്നു. ഇതെന്തായാലും 39 ആണ് എഴുതിയിരിക്കണത്. പക്ഷേ ഈ ഒരു സൈസ് മേടിച്ചിട്ടും എനിക്ക് ഒരു പൊടിക്ക് ലൂസ് ഉണ്ട്. സാധാരണ നമ്മൾ ഷൂ എന്നൊക്കെ പറയുമ്പോൾ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം, കാലിങ്ങനെ ഊരി പോകാൻ പാടില്ല നമ്മൾ നടക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ ന്യൂസ് പേപ്പറോ പേപ്പേഴ്സ് ടിഷ്യൂ പേപ്പർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കും, എന്നിട്ട് ചെരുപ്പിടുക. അപ്പോൾ ആ ഒരു ടൈറ്റിൽ കിടന്നോളൂ. നമ്മൾ ഭയങ്കര ടൈറ്റായിട്ടുള്ളത് മേടിച്ച് കഴിഞ്ഞാൽ തീരെ നടക്കാനും പറ്റാത്ത അവസ്ഥയായി. കറക്റ്റ് സൈസാണെങ്കിൽ ഇതിൻ്റെ കിട്ടാനും ഇല്ല, എന്നാൽ ഇത് വിട്ട് കളയാനും തോന്നുന്നില്ല. എല്ലാം കൂടെ നോക്കുമ്പോൾ ഇത് വേണം താനും. അപ്പോൾ നമുക്ക് കോട്ടനോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സൈസ് കറക്റ്റ് ആക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും ഒരു 900 സംതിങ് ആ ഒരു റേഞ്ചാണ് വരുന്നത്. നടക്കാനും സുഖമാണ്, കംഫർട്ടബിളാണ്. പേപ്പറൊക്കെ വെച്ച് നടക്കുമ്പോൾ കേട്ടോ, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഇത് ഊരി പോവും. അപ്പം ഞാൻ സാധാരണ ചെരുപ്പൊക്കെ മേടിക്കുമ്പോൾ 7 സൈസാണ് മേടിക്കാറ്. 7 എന്ന് പറയുമ്പോൾ 40 ആണ് സാധാരണ. ഇതപ്പോൾ 39. അതൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. നിങ്ങളൊന്ന് ലിങ്കിൽ കയറി നോക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ അടുത്ത കളക്ഷൻ, അപ്പോൾ ഇത് ഒരു ഷിമ്മറി ടൈപ്പ് ആയിട്ടുള്ളതല്ല. അപ്പോൾ ഷിമ്മറി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാത്തവർക്ക് നമ്മൾ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട്. നോർമലായിട്ടുള്ള ഒരു ഷെയ്ഡ്, എന്താ ഷിമ്മറി അല്ല, നോർമലായിട്ടുള്ള ന്യൂഡ് ഷെയ്ഡ്. ബ്ലാക്കും ഇതിൻ്റെ അവൈലബിൾ ആണ്, അതുപോലെ ന്യൂഡും അവൈലബിൾ ആണ്. പക്ഷേ ഇത് ബാറ്റ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ബാറ്റ ബ്രാൻഡ് നല്ല അടിപൊളി ബ്രാൻഡാണ്, നല്ല ബ്രാൻഡാണ്. അതുപോലെ ഞാൻ ഇതിൽ മേടിച്ചിരിക്കുന്ന സൈസ് 6, സാധാരണ 7 ആണ് മേടിക്കാറുള്ളത്. പക്ഷേ ഈ ഒരു ലിങ്കിൽ കയറുമ്പോൾ നമുക്ക് ഒരു സൈസ് ചെറുതാണ് മേടിക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം 7 മേടിച്ചിട്ട് ഞാൻ എന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും 6 മേടിക്കുക ചെയ്തോട്ടോ. അതാ 6
നോർമൽ ഞാൻ മേടിക്കുന്നത് 7 ആണ് കേട്ടോ. അപ്പോൾ ബാറ്റയുടെ ഇങ്ങനത്തെ പമ്പ് ഷൂ ഒക്കെ മേടിക്കുമ്പോൾ 6 മേടിച്ചാൽ മതി. അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. സെയിം ആ ഒരു ഹീൽ ടൈപ്പ് തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഇത് ന്യൂഡ് ഷെയ്ഡാണ്, ബ്ലാക്കിലും അവൈലബിൾ ആണ്. അടിപൊളിയാണ് കേട്ടോ. പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് ടോപ്പ് ആ ഒരു ടൈപ്പായിട്ട് വരുന്നത് സംഭവം അടിപൊളിയായിട്ടോ. രണ്ടിനും ഫ്രണ്ട് സൈഡ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഈ ഒരു ബാറ്റ ബ്രാൻഡിൻ്റെ ആണെങ്കിൽ 1500 സംതിങ് ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. അത് ബ്രാൻഡ് ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതായാലും രണ്ടിനും കംഫർട്ടബിൾ ആണ്. ഷൂ ബൈറ്റിൻ്റെ അങ്ങനെ പ്രശ്നം വരാറില്ല. പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ പ്രത്യേകത ഉണ്ടാവും. ചിലവർക്ക് എന്ത് ചെരുപ്പിട്ടാലും ഷൂ ബൈറ്റ് വരുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു സാൻഡിൽ. ഇനിയിപ്പോൾ എല്ലാവർക്കും നമുക്ക് ഈ മഴക്കാലത്ത് ഇതുപോലത്തെ ചെരുപ്പ്, ഇതുപോലത്തെ ഷൂസ് ചിലർ ഇടാനായിട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു സാൻഡൽ കൂടി മേടിച്ചിട്ടുണ്ടെന്നല്ല, ഉപയോഗിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ബാറ്റ ബ്രാൻഡിൻ്റെ ആണ്. കാണുമ്പോൾ തന്നെ കോലം മനസ്സിലാവും. അത്യാവശ്യം നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. മഴയത്ത് തന്നെയല്ല, വെയിലതും മഴ രണ്ട് ഇതിലും ഞാൻ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് കണ്ടോ, അതുപോലെ ഈ ഒരു സൈഡൊക്കെ ഉണ്ടോ, അതിൻ്റെ ആ ഒരു ഇതൊക്കെ വിട്ടുപോയിട്ടുള്ളത്. ഇത് അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഒരു 2.5-3 കൊല്ലത്തോളമായി ഞാൻ ഈ ഒരു ചെരുപ്പ് യൂസ് ചെയ്യണു. പുറത്തേക്കൊക്കെ പോകുമ്പോൾ കംഫർട്ടബിൾ ആണ്. അതുപോലെ ഇത് വരുന്നത് സൈസ് 40 കണ്ടോ, ഇവിടെ സൈസ് എഴുതിയിരിക്കുന്നത് സൈസ് 40 ആണ് വരുന്നത്. 40 എന്ന് പറയുമ്പോൾ 7 ആണ് സൈസ്. ഇതാണ് ശരിക്കും പെർഫെക്റ്റ് നമുക്ക് സ്റ്റോറിൽ പോകുമ്പോൾ മേടിക്കുന്ന സൈസ്. അപ്പോൾ ചില ബ്രാൻഡ്സിൻ്റെ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഒരു സൈസ് കുറവ് അങ്ങനെയൊക്കെ മേടിക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് സാൻഡൽ ടൈപ്പാണ്, ഒരു തരത്തിലും വിട്ടുപോയിട്ടില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ സൈഡിൽ ബക്കൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, ടൈറ്റ് ആയിട്ട് നിൽക്കും. അത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. ബട്ടർ ഈ ഒരു ഷെയ്ഡും പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ്, 2 ഷെയ്ഡ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഒരു 500 ആ ഒരു റേഞ്ചാണ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അധികം റേറ്റ് ഒന്നുമില്ല. ഇത് ഭയങ്കര കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാൻഡലാണ്. സാൻഡൽ വൈസ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറക്കണ്ട, 40% സെയിൽ ഓഫ് നടക്കുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് എക്സ്ട്രാ 5% ഓഫും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആമസോൺ ഹോൾ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളതും അത് കൂടാണ്ട് നമുക്ക് മൈ ഹോൾ സ്റ്റോറിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. മൈ ഹോൾ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ ഞാൻ മേടിച്ച എല്ലാത്തിനും പിക്ചർ വിത്ത് പ്രൈസ് അടക്കം കാണാൻ പറ്റും. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏത് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്കാണ് കേട്ടോ പോകുക. അത് കൂടാണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആമസോൺ ഹോൾ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.